ഇന്ത്യ അയർലൻഡ് ആദ്യത്തെ T20 മത്സരത്തിൽ 34 റൺസിൻ്റെ നാണംകെട്ട തോൽവി വഴങ്ങിയിരിക്കുന്ന ടീം ഇന്ത്യ. ശ്രേയസ് അയ്യരുടെ കീഴിൽ ആദ്യ T20ക്കായിട്ട് ഇറങ്ങിയ ടീം ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ പണി പാളി നഷ്ടപ്പെട്ടിട്ടും ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങിയ അയർലൻഡിന് തുടക്കത്തിൽ വിക്കറ്റുകൾ പോയെങ്കിലും ക്യാപ്റ്റൻ ടക്കറും ഡെലാനിയും കൂടി ചേർന്നിട്ട് 182 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ എത്തിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യക്കായിട്ട് ബോളിംഗ് നിരയിൽ അർഷിത് റാന 3 വിക്കറ്റും ഹർഷ്ദീപ് സിംഗും അതേപോലെ തന്നെ അക്സർ പട്ടേലും ഈ 2 വിക്കറ്റ് വീതം വീഴ്ത്തിയിരുന്നു കേട്ടോ. അതിനുശേഷം സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ തുടരെ വീണുകൊണ്ടേയിരുന്നു. ഓപ്പണിംഗ് ഇറങ്ങിയ മലയാളി താരം സഞ്ജു സാംസണ് കാര്യമായിട്ട് കളിക്കായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 5 റൺസ് എടുത്തിട്ടായിരുന്നു അദ്ദേഹം പുറത്തായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും ദയനീയമായിട്ടുള്ളൊരു വിക്കറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ വീണത്. അതോടുകൂടിയിട്ട് തന്നെ തുടർന്ന് വന്ന ഇഷാൻ കിഷാൻ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആണെങ്കിൽ തന്നെ ടീമിന് വേണ്ടിയിട്ട് കാര്യമായ സംഭാവനകളൊന്നും ചെയ്തില്ല. 2 അക്കം കിടക്കുന്നതിന് മുമ്പ് തന്നെ 3 വിക്കറ്റുകളായിരുന്നു കൊയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടിയിട്ട് തന്നെ ടീം ഇന്ത്യ വൻ തകർച്ചയിലേക്ക് വീണു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം വന്ന അഭിഷേക് ശർമ്മയ്ക്ക് കൂട്ടുപിടിച്ച് തിലക് വർമ്മ കുറച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ നോക്കിയെങ്കിൽ തന്നെ അഭിഷേക് ശർമ്മ വീണതോടുകൂടിയിട്ട് തന്നെ വളരെ ദയനീയമായ ഒരു തോൽവിക്ക് ഇന്ത്യ വീഴുകയായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, യുവതാരം സൂര്യവംശിയെ പ്ലേയിങ് 11ൽ പരിഗണിക്കാത്തതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.